ഹലോ ഗൈസ്, നാളെ നമ്മുടെ കമ്മ്യൂണിറ്റി ലിവിങ് ക്യാമ്പ് തുടങ്ങുകയാണേ. അപ്പോൾ നമ്മൾ വിചാരിച്ചു കോളേജിൽ കുറച്ച് അലങ്കോല പണികൾ നടത്താമെന്ന്. അങ്ങനെ നാട്ടിലുള്ളതും ഇല്ലാത്തതുമായ എല്ലാ വസ്തുക്കളും ഞങ്ങൾ ഇന്ന് ചുമരുമേ കയറ്റും. ഈ പെർഫോമൻസ് കണ്ട് ആരും പേടിക്കണ്ട, ഇതൊന്നും അവൾ ഉണ്ടാക്കിയതല്ല. ഇതാണ് നമ്മുടെ ക്യാമ്പിൻ്റെ പേര്, കലാത്മിക. അപ്പോൾ രാവിലെ തന്നെ എല്ലാവരും ഓരോ ക്ലാസ് മുറി കയറി കുറേ ചാർട്ടും പശയും ഒക്കെ ആയിട്ട് എന്തൊക്കെയോ കാട്ടി കൂട്ടുന്നുണ്ട്. കണ്ടില്ലേ എന്താ ആത്മാർത്ഥത. പിന്നെ ഇന്ന് രാവിലെ തൊട്ട് ഈ കുട്ടിക്ക് ഇത്തിരി ആത്മാർത്ഥത കൂടുതലാണ്. ആരും മൈൻഡ് ചെയ്യാൻ നിൽക്കണ്ട. അങ്ങനെ കൈ കിട്ടിയ ചരട്, സ്ട്രോ ചാർട്ട് ഇതെല്ലാം ഞങ്ങൾ ഏതൊക്കെയോ ഷേപ്പിലൊക്കെ ആക്കി. പിന്നെ ഒരു സൈഡിൽ കുറേ വരപ്പ് പരിപാടികൾ നടത്തുന്നുണ്ട്. കണ്ടില്ലേ, ഇന്നിതിനെന്തോ കാര്യമായി പറ്റിയിട്ടുണ്ട്. പിന്നെ ഞാൻ പണിയെടുക്കുന്നില്ലെന്ന് ചോദിക്കുന്നവരോട് കണ്ടല്ലോ, ഞാനും പണിയെടുക്കുകയാണ്. എന്തോ ഭാഗ്യത്തിന് കൈ മുറിഞ്ഞില്ല. ഇത് നമ്മുടെ ഹൃദയയുടെ അതുല്യയുടെയൊക്കെ 2 ദിവസത്തെ പരിശ്രമമാണ്. പിന്നെയും നമുക്ക് മതിയാവാഞ്ഞ് കൈ കിട്ടിയ ചാർട്ടെല്ലാം കുനുകുന അരിഞ്ഞെടുത്തിട്ടുണ്ട്. അവിടുന്ന് അപ്പുറത്തെ ക്ലാസ് റൂമിൽ പോയപ്പോഴും അവിടെയും ചാർട്ട് പരിപാടികൾ തന്നെ. പിന്നെ നമ്മുടെ ജൂനിയേഴ്സിൽ നിന്ന് ബലൂണൊക്കെ വീർപ്പിക്കുന്നുണ്ടായിരുന്നു. എന്തൊക്കെയോ ആർച്ച് പരിപാടികളൊക്കെയാണ്. ഇവിടെ അനുപമ ഇരുന്ന് പെയിൻ്റ് അടിക്കുകയാണ്. ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടതുകൊണ്ട് മാത്രം ഐശ്വര്യയും ഒരു ചാർട്ടെടുത്ത് പണി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഈ 2 എന്താ സംഭവം എന്ന് എനിക്കറിയില്ല ഗൈസ്. അങ്ങനെ അവിടെ നേരത്തെ വെട്ടിക്കൂട്ടിയിട്ടതെല്ലാം ചേർത്ത് ഞങ്ങൾ എന്തൊക്കെയോ ആക്കി വെച്ചിട്ടുണ്ട്. ഇത് കഴിഞ്ഞപ്പോഴത്തേക്ക് 12:30 പിന്നെ ഞങ്ങൾക്ക് പിടിച്ചിരിക്കാൻ പറ്റിയില്ല. ഞങ്ങൾ പോയി ഫുഡ് എടുത്തു. എല്ലാവർക്കും നല്ല വിശപ്പുണ്ടായിരുന്നേ. അങ്ങനെ അത് കഴിച്ച് കഴിഞ്ഞ് വിശപ്പ് തീരാഞ്ഞ് പിന്നെ ക്യാൻറ്റീനിൽ പോയി ഒരു ഐസ്ക്രീമും കൂടെ അടിച്ചിട്ട് പിന്നെ ഈ ഉണ്ടാക്കിയ സാധനമെല്ലാം ചുമരുമേ കയറ്റണമല്ലോ, ആ പരിപാടി തുടങ്ങി. അങ്ങനെ നമ്മൾ ഓരോരുത്തരായിട്ട് ഓരോ സൈഡിൽ നിന്ന് എല്ലാം ഒട്ടിക്കാനും അറേഞ്ച് ചെയ്യാനും ഒക്കെ തുടങ്ങി. ഇത് നമ്മുടെ ആതിരയുടെ ക്രിയേറ്റിവിറ്റി ആയിരുന്നേ. പിന്നെ ഇത് സൺഫ്ലവറാന്ന് പറയാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞത് ഈ സംഭവം ഇത് ചെടിച്ചട്ടി വെച്ചാൽ ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഇത് നമുക്ക് ഗസ്റ്റ് വരുമ്പോൾ റിവ്യൂസൊക്കെ എഴുതിയിടാനായിട്ടുള്ളൊരു പ്ലേസ് ആയിട്ടാണ്. പിന്നെ നമ്മുടെ നേരത്തെ കണ്ട മാൻകുട്ടികളെയൊക്കെ സെറ്റ് ചെയ്തിട്ട് പോയി.